ലോവസ്റ്റ് കൊട്ടേഷൻ കണ്ടപ്പോൾ ഹാപ്പി ആയി. ചീപ്പ് കൊട്ടേഷൻ ഒരു ട്രാപ്പാണ്. കൊട്ടേഷൻ കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൽ പലരും പ്രൈസ് മാത്രം നോക്കിയാണ് ഡിസിഷൻ എടുക്കുന്നത്. കേരളത്തിൽ ഇത് വളരെ കോമൺ ആണ്. നമ്മൾ ചീപ്പ് കൊട്ടേഷന്റെ പുറകെ പോകുമ്പോൾ അതിൽ വർക്ക് സ്കോപ്പ് ക്ലാരിറ്റി ഉണ്ടാവില്ല. ലേറ്റർ അഡീഷണൽ വർക്ക്സ് എല്ലാം ആഡ് ചെയ്തിട്ടായിരിക്കും ഈ പറഞ്ഞ പോലെ സ്കോപ്പ് ഇൻക്രീസ് ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ മെറ്റീരിയൽ ക്വാളിറ്റിയിൽ ചേഞ്ച് വരുത്തിയിട്ട് എമൗണ്ടും ടോട്ടലി കൂടും. സോ അതുകൊണ്ട് തന്നെ ഇത് ഇനീഷ്യലി സേവിങ്സ് ആവുന്ന തോന്നുന്ന പല പ്രൊജക്ട് കഴിയുമ്പോഴേക്കും എമൗണ്ട് ഓൾമോസ്റ്റ് ഡബിൾ പോയിരിക്കും. സോ എപ്പോഴും നമ്മൾ കൊട്ടേഷൻ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നല്ലൊരു ക്ലാരിറ്റിയോട് കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വർക്ക് സ്കോപ്പ് മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തിരിക്കും. സോ അങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പ്രൊജക്ട് പ്ലാനിങ് പ്രോപ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പ്രൊജക്ട് കോസ്റ്റ് കൺട്രോളിങ്ങും ബഡ്ജറ്റും പെർഫെക്റ്റ് ആവും. നോൺ കോൺട്രാക്ടേഴ്സ് ആണെങ്കിൽ എഗ്രിമെന്റ് വേണ്ടെന്ന് പലരും കരുതും. പക്ഷെ അത് വളരെ റിസ്കിയാണ്. കാരണം സ്കോപ്പ് ഓഫ് വർക്കിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. പേയ്മെന്റ് ടേംസിന്റെ കാര്യത്തിലാണെങ്കിലും സ്റ്റേജസ് അൺനോൺ ആയിരിക്കും. സോ അതുപോലെ തന്നെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല. പേപ്പർ ഇല്ലെങ്കിൽ സേഫ്റ്റി ഇല്ല. അതുകൊണ്ടാണ് എഗ്രിമെന്റ് കമ്പൽസറി ആയിട്ട് നമ്മളൊരു പ്രൊജക്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്യണം. പ്രൊഫഷണൽ ബിൽഡേഴ്സ് ഒരിക്കലും എഗ്രിമെന്റ് സ്കിപ്പ് ചെയ്യാറില്ല. സോ അതുകൊണ്ട് തന്നെ ഏതൊരു പ്രൊജക്റ്റും സ്മൂത്ത് ആയിട്ടായിരിക്കും റൺ ചെയ്യുന്നത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് വരും വീഡിയോസിൽ നമുക്ക് കാണാം.